ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 Interiors. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ തിരുവേർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളവിടെ സെറ്റപ്പ് ബോക്സ് ഒക്കെ വെക്കാനായിട്ട് അവർക്ക് ഗ്ലാസ്സിൽ ഡോർ ചെയ്ത് കൊടുത്തിട്ട് ഒരു മനോഹരമായിട്ട് CNC വോക്കൊക്കെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പൂജാ യൂണിറ്റാണിത്. 2 ഡ്രോവർ നമ്മൾ അഡീഷണൽ ആയിട്ട് താഴെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. വുഡൻ കളറിൽ SS-ൻ്റെ ഹാൻഡിലാണ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ലോക്കർ സിസ്റ്റം. UPVC-യിൽ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വുഡിൽ ചെയ്യുന്ന പോലെയല്ല. ഇതിന് വെള്ളം തട്ടിയാൽ പ്രശ്നമല്ല, ഇതിൽ ചിതൽ വരുന്ന പോലെ ഒരു പ്രശ്നം വരില്ല. ഇതുപോലെ കട്ട്ലറി, പ്ലേറ്റ്സ്, അങ്ങനെ നമ്മൾ ബാസ്ക്കറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ട്രോളീസ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓൾറെഡി അവർ ഇവിടെ കിടപ്പാക്കല്ലിട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളതിനെ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. UPVC-നെ കൊണ്ട് പ്രത്യേകത അതൊക്കെയാണ്. UPVC-യിൽ വെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയർ പ്രൂഫാണ്. അതുമാത്രമല്ല നമ്മൾ 15 years വാറണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും A1 Interiors-നെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞങ്ങളുടെ മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 Interiors. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ തിരുവേർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും UPVC-യിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സോ വർക്ക് മിസ് ചെയ്യേണ്ട, അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ അകത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വീട്ടിലെ ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ UPVC-യിലാണ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു TV യൂണിറ്റ്, ഒരു ബോക്സ് മാത്രമാണ് നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. വുഡൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഇവിടെ നോബാണ് അവർക്ക് ഹാൻഡിലായിട്ട് നോബാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെൻറ്റർ പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ സെറ്റപ്പ് ബോക്സ് ഒക്കെ വെക്കാനായിട്ട് അവർക്ക് ഗ്ലാസ്സിൽ ഡോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലും ഇതുപോലെ നോബായിട്ടാണ്. ഉള്ളിലൊരു ജസ്റ്റ് ഒരു പാർട്ടീഷനും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. UPVC-യിൽ വുഡൻ കളറിലാണ് ഇവിടെ നമ്മൾ ഈ ബോക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ്, വുഡൻ കളറും അതുപോലെ തന്നെ ഒരു 6 doors വരുന്ന പോലെ ഒരു ബോക്സ് മാത്രമാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ TV ഒക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ബോക്സ് കണ്ടു. ഇനി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, കുറച്ച് അകത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു ബിഗ് സൈസായിട്ടുള്ള ഒരു മനോഹരമായിട്ട് CNC വോക്കൊക്കെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പൂജാ യൂണിറ്റാണിത്. ഇതിൽ കുറച്ച് വലിയ ഹാൻഡിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയൊരു സ്പേസാണ്. ഇതിൻ്റെ മേലെ ലോഫ്റ്റായിരുന്നു, അത് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ലോഫ്റ്റാണ് മേലുള്ളത്. സോ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. വുഡ് കളറും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റിലുമാണ് നമ്മളിത് പൂജ യൂണിറ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഔട്ടർ കവറിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് പാർട്ടീഷനും ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഇത് മാർബിളാണ്, അവർ ഗ്രാനൈറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ കവർ ചെയ്തിട്ട് നമ്മൾ ഒരു പൂജാ യൂണിറ്റ് സെറ്റപ്പ് കൊടുത്തിരിക്കുകയാണ്. താഴെ 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്. 2 ഡ്രോവർ നമ്മൾ അഡീഷണൽ ആയിട്ട് താഴെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. എല്ലാം UPVC-യിൽ വർക്ക് ചെയ്തെടുത്ത ഒരു പൂജാ യൂണിറ്റാണ്. ഇത് പിന്നെ ഫിക്സഡ് ആയിട്ട് നമ്മൾ ഇവിടെ ബാലൻസ് ഏരിയ വരുമ്പോൾ ചുമരാണ് അറിയുക. സോ അത് അറിയാതിരിക്കാനും ഇതിൽ മൊത്തത്തിലൊന്നും ഭംഗിയാക്കി എടുക്കാനും വേണ്ടി നമ്മളിവിടെ ചുമരിൽ തന്നെ ഫിക്സഡ് ആയിട്ട് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. സോ ഒരു മനോഹരമായിട്ടൊരു പൂജാ യൂണിറ്റ് നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഒരു TV ബോക്സ് കണ്ടു. ഈ സൈഡായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഷ് ബേസിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, അത് കവർ ചെയ്യുന്ന പോലെ, അതിൻ്റെ താഴെ കവർ ചെയ്യുന്ന പോലെ ഒരു ചെറിയ ബോക്സ് അടിച്ചിട്ട് അതിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹാളിൽ കണ്ടു കഴിഞ്ഞാൽ UPVC നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള പൂജാ യൂണിറ്റും TV യൂണിറ്റ് ബോക്സും ഒരു വാഷ് ബേസിൻ്റെ ബോക്സ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് റൂമിലോട്ട് പോകാൻ വരും. ഇതിൽ 2 റൂമുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് റൂമിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് റൂമിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമാണിത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിലെ തന്നെ ആദ്യത്തെ ബെഡ്റൂമാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ കണ്ട അതേ കളർ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വുഡൻ കളറിൽ SS-ൻ്റെ ഹാൻഡിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിലും നമ്മൾ ലോക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ അകത്ത് നോക്കുകയാണെങ്കിൽ അവർ തന്നെ ഇതിന് പാർട്ടീഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സിമെൻറ്റിൽ ചെയ്തതുകൊണ്ട് നമ്മൾ ഔട്ടർ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം SS-ലാണ് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് കണ്ടില്ല, നിങ്ങൾ കണ്ട ഇത് അവർ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് അകത്തൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതിനകത്ത് ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ലോക്കർ സിസ്റ്റം ഭദ്രമായിട്ട് നമുക്ക് വയ്ക്കാനായിട്ട് ഒരു സ്ഥലം നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം അവർ ഓൾറെഡി ഇതുപോലെ പ്ലേസ് ചെയ്തതാണ്. നമ്മൾ ഔട്ടർ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിലും നമ്മൾ ലോക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേലെ കംപ്ലീറ്റ് ആയിട്ട് ലോഫ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ലോഫ്റ്റും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒരേ കളർ പാറ്റേണിലാണ്. സോ ഇതേപോലെ തന്നെ 6 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് സെറ്റപ്പ് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേലെ അതേപോലെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ലോഫ്റ്റും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈഡ് പോലെ തന്നെ ഈ ഭാഗത്തും ഒരു ലോഫ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ ഔട്ടർ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് എല്ലാം ഒരേ കളർ പാറ്റേണാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുഡൻ കളറിൽ വരുന്ന ഒരു കളർ. അതിൽ എസ് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിനെ മൊത്തത്തിൽ ഭംഗിയാക്കുന്ന രീതിയിൽ ഒരു സൂപ്പറായിട്ടുള്ള വാർഡ്രോബ് പ്ലസ് ലോഫ്റ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം 2 എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സോ അവിടെ നമ്മൾ കണ്ട അതേ കളർ പാറ്റേണിൽ അതേപോലെ തന്നെ അവരകത്തുള്ളിൽ സിമൻറ്റ് കൊണ്ട് അവർ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. കല്ലിട്ടത് കൊണ്ട് നമ്മൾ പുറത്ത് ഔട്ടർ ഡോർ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാ വാർഡ്രോബിലും നമ്മൾ ലോക്ക് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റും. UPVCയിൽ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വുഡിൽ ചെയ്യുന്ന പോലെയല്ല. ഇതിന് വെള്ളം തട്ടിയാൽ പ്രശ്നമല്ല, ഇതിൽ ചിതൽ വരുന്ന പോലെ ഒരു പ്രശ്നം വരില്ല. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് അറിയണമെങ്കിൽ 15 ഇയേഴ്സ് നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് വരുമ്പോൾ UPVC നല്ലൊരു ചോയ്സാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് UPVC. വളരെ സ്ട്രോങ്ങുമാണ്. സോ ഇതിനകത്ത് നമ്മൾ അതേപോലെ തന്നെ ഒരു ലോക്കർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് സൂക്ഷിക്കേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് ഭദ്രമായി സൂക്ഷിക്കാം. ഇതിലും അതുപോലെ തന്നെയാണ്. ഉള്ളിൽ ഓൾറെഡി അവർ കല്ലിട്ടത് കാരണമാണ് നമ്മൾ ഔട്ടർ മാത്രമാണ് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിലും SS-ൻ്റെ ഹാൻഡിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ മേലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലോഫ്റ്റും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം UPVCയിൽ വുഡൻ കളറിൽ SS-ൻ്റെ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ലോക്കും നമ്മൾ കൂടെ നൽകിയിട്ടാണ് ഇതുപോലെ ഈ റൂമിന് ഇത്രയും ഭംഗിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 റൂമുകൾ കണ്ടു. നമ്മളിപ്പോൾ ഈ വീട്ടിലെ കിച്ചണിലാണുള്ളത്. കിച്ചണിൽ മാത്രമാണ് ഇവിടെ കളർ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ കളർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു ഒലിവ് ഗ്രീനിലെ കളറാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും. ഇതിൻ്റെ വോൾ ബോക്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ മേലുള്ള ലോഫ്റ്റ് ആയിക്കോട്ടെ, എല്ലാം വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കളർ പാറ്റേണിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സിലിണ്ടർ വെക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വെന്റിലേഷൻ അവർക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡബിൾ ഡോറാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട്ലറി, പ്ലേറ്റ്സ്, അങ്ങനെ നമ്മൾ ബാസ്ക്കറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രോളീസ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി, പ്ലേറ്റ്സ്, അതുപോലെ തന്നെ 2 പ്ലെയിൻസ്, ഇങ്ങനെ SS-ലാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് തൊട്ടായിട്ട് ഇവിടെ ഒരു സിങ്ക് ഏരിയ. സോ അതിനെ കവർ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ നോക്കി അറിയാൻ പറ്റും. ചെറിയൊരു പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സോപ്പും മറ്റു ഷാമ്പൂസോ എന്തെങ്കിലും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസൊക്കെ വെക്കാനായിട്ട് ഒരു ചെറിയ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു തട്ട് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അകത്ത്. ഇനി ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു കോർണർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡിങ് ഡോറാണ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്തൊരു പാർട്ടീഷനും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് തട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഒരു കളർ, വളരെ നൈസായിട്ടുള്ളൊരു കളറാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാൾ ബോക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓൾറെഡി അവർ ഇവിടെ കിടപ്പ കല്ലിട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളതിനെ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
പൊട്ടി നമ്മൾ അതുപോലെ തന്നെ ഔട്ടർ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഈ വോൾ ബോക്സ് നോക്കിന് താഴെ ഒരു സ്പേസ് റാക്ക് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട്. അതിന് മേലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഔട്ടർ കവറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അകത്ത് ഓൾറെഡി അവർ കടപ്പാക്കല്ലിട്ടിട്ടുണ്ട്. നമ്മളിതിന് ഔട്ടറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ UPVC ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. സോ ഇവിടെയൊക്കെ വെള്ളം തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ വെള്ളം തെറിച്ചാലൊന്നും ഒരു രീതിയിലും ഇതിന് ഒന്നും സംഭവിക്കില്ല. കാരണം UPVCനെ കൊണ്ട് പ്രത്യേകത അതൊക്കെയാണ്. UPVCയിൽ വെള്ളം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫയർ പ്രൂഫാണ്. അതുമാത്രമല്ല നമ്മൾ 15 years വാറണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ 100% നമുക്ക് കിച്ചണിന് ഇടാൻ പറ്റിയ ചിതലിൻ്റെ പ്രശ്നമൊന്നും വരില്ല. വുഡിനേക്കാളും എത്രയോ റേറ്റും കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അതും കമ്മിയാണ്. സോ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് UPVC ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ. സോ ഇതിന് മേലെ നിങ്ങൾ നോക്കിയാൽ ലോഫ്റ്റും നമ്മൾ അതുപോലെ തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ലോഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ കളർ പാറ്റേണിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ UPVCയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുക, മുഴുവനായിട്ടും കാണുക. കിച്ചണിലൊക്കെ നിങ്ങൾ UPVC ട്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നവും വരില്ല. വുഡിൽ ചെയ്യുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിൽ ഒരിക്കലും വരില്ല. അതിനുള്ള ചാൻസ് വളരെ കുറവാണെന്നല്ല, വരില്ല എന്ന് ഷുവറായിട്ട് പറയാം, 100% ആയിട്ട്. സോ ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞങ്ങളുടെ മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും. അതുവരെയും നന്ദി, നമസ്കാരം, ബൈ.